123 എന്നാണ് ഞാൻ കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. കണ്ടോ? നമ്മുടെ വീട്ടിൽ എന്നും താമസിക്കുന്ന ചേട്ടനും അനിയനും അപ്പനും അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് കീ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ നടുവിൽ ഈ കാണുന്നതാണ് നമ്മുടെ ചട്ടം എന്ന് പറയുന്നത്, അല്ലേ? ഡോറിന്റെ ചട്ടമാണ് ഇത്. ആരെങ്കിലും കമ്പിപ്പാരയ്ക്ക് വല്ലതും കുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതായത് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടി പോണത് ഒരു സ്മാർട്ട് ഡോർ ലോക്ക് ആണ്. ഇതിന് താക്കോലോ കാര്യങ്ങളോ ഒന്നും വേണ്ട, നമ്മുടെ ഫിംഗർ പ്രിന്റ് ആണ് താക്കോല്. അപ്പം അതേ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്യുന്നു. ഓക്കെ, എൻ്റെ ഡോർ ഇവിടെ ഓപ്പൺ ആയി. കേട്ടോ? അപ്പോൾ ഇത് 5 രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതെങ്ങനെയാണ് ആ ഒരു 5 രീതിയിൽ ഓപ്പൺ ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലേക്ക് ഈ സമയത്ത് ഒരു അലേർട്ടും വരുന്നതായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. പുതുതായിട്ട് വീട് വയ്ക്കുന്നവർക്കും പഴയ വീടുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഈ ഒരു സാധനം ഇൻസ്റ്റലേഷൻ ചെയ്യാം. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് ഈസ്വിസ് എന്നുള്ള ഈ ഒരു കമ്പനി ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ഹിക്വിഷൻ്റെ ഈസ്വിസ് ബ്രാൻഡിൽ വരുന്ന സ്മാർട്ട് ഡോർ ലോക്ക്. ഇതിനെ ഞാനൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. ഇതിന് 2 ഭാഗങ്ങളുണ്ട്. നമ്മുടെ സാധാരണ ഒരു ഡോർ ലോക്ക് പോലെ തന്നെ 2 ഭാഗങ്ങളുണ്ട്. ഫ്രണ്ടിൽ ഒരു ഭാഗം വരുന്നുണ്ട്, അതുപോലെ തന്നെ ബാക്കിൽ ഒരു ഭാഗം വരുന്നുണ്ട്. കണ്ടോ? ഇത് ഫിംഗർ പ്രിന്റ് റീഡറാണ്. ഇവിടെ നമ്മുടെ വിരൽ വെക്കുക, ഡോർ ഇപ്പോൾ അൺലോക്ക് ആയിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ നമുക്ക് തുറക്കാൻ പറ്റും. അപ്പം ഇനി ഞാനിപ്പോൾ ഈ ഒരു വിരലാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കണം ഓൾറെഡി. അപ്പോൾ എനിക്ക് ഈ ഒരു വിരൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കണ്ടോ? അതുകൊണ്ട് ഈ ഡോറ് തുറക്കില്ല. അപ്പോൾ ഒരു മെത്തേഡ് ഫിംഗർ പ്രിന്റ് വെക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള RFID കാർഡ് നമുക്ക് യൂസ് ചെയ്യാം, പ്രോക്സിമിറ്റി കാർഡ്. ഇത് ഇതിൻ്റെ കൂടെ വാങ്ങിക്കുമ്പോൾ തന്നെ കിട്ടുന്നൊരു സാധനമാണ്. നിങ്ങൾക്ക് വേണം അഡീഷണൽ ആണെങ്കിലും വാങ്ങിക്കാം. എന്നിട്ട് ഇത് പ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. എന്നിട്ട് ഇത് ഇവിടെ കൊണ്ടെങ്ങനെ കണ്ടോ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇപ്പം നിങ്ങളുടെ സംശയം എന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, കറണ്ടൊക്കെ കുത്തിയിടണോ എന്നുള്ളതൊക്കെ ആയിരിക്കും. കറണ്ടിലൊന്നും കുത്തിയിടേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലായിട്ട് ഇത് കണ്ടോ, ഇത് ഉള്ളിലെ ഭാഗമാണ് കേട്ടോ, പുറത്തല്ല. ഉള്ളിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു 8 ആൽക്കലൈൻ ബാറ്ററീസ് നമുക്ക് ഇടാൻ സാധിക്കും. ഈ ബാറ്ററിയാണ് ഇതിന് പവർ കൊടുക്കുന്നത്. അപ്പോൾ ഈ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ എന്നാ സംഭവിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. അതിന് ഇതേപോലത്തെ ഒരു മാനുവൽ കീയും കൂടെ അവർ തരുന്നുണ്ട്. ബാറ്ററി ചാർജ് തീരാൻ പോകുന്നതിന് മുമ്പ് ഒരുപാട് നാൾ മുന്നേ തന്നെ, അതായത് ഏതാണ്ട് 20% ആകുമ്പോൾ തന്നെ നമുക്ക് അലേർട്ട് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പിൽ എപ്പോൾ വേണമെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും എത്ര ശതമാനം ചാർജ് ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഇനി ഇതെല്ലാം തീർന്ന് നമുക്ക് ഒരു രക്ഷയില്ലാന്നുണ്ടെങ്കിൽ 2 മെത്തേഡാണ് അവർ നമുക്ക് തരുന്നത്. ഒന്ന്, ഈ മാനുവൽ കീ ഇതിൻ്റെ അടിയിലൊരു സ്ഥലമുണ്ട്, അവിടെ കടത്തിയിട്ട് തിരിച്ചു കഴിഞ്ഞാൽ തുറക്കും. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് പവർ ബാങ്ക് കൊടുത്തുകൊണ്ട്, പവർ ബാങ്ക് നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കണക്ട് ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് അൺലോക്ക് ചെയ്യാം. ഇവിടെ പാസ്വേഡ്, അതായത് പാസ് കീ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. ഞാനിപ്പോൾ ഒരു പാസ്വേഡ് കൊടുത്തു വെച്ചിട്ടുണ്ട് ഓൾറെഡി. 123 എന്നാണ് ഞാൻ കൊടുത്തത്. അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഓപ്പൺ ആകും. കണ്ടോ? അപ്പോൾ അത് നമ്മുടെ വീട്ടിലുള്ള എത്ര പേർക്ക് വേണമെങ്കിലും നമുക്ക് റേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ പാസ് കീ കൊടുത്തുകൊണ്ട് ചെയ്യാൻ സാധിക്കും. ഇനി അതിൽ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ ഒരു ബെല്ലിൻ്റെ ഒരു സിമ്പിൾ നിങ്ങൾ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. അതിന് മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, ഒരു കോളിംഗ് ബെല്ലും ഇതിൻ്റെ കൂടെ നമുക്ക് കിട്ടി. അതായത് ഇതിനകത്തുനിന്ന് തന്നെയാണ് സൗണ്ട് വരുന്നത്. വലിയ സൗണ്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് ഒരു അലേർട്ട് ഉണ്ട്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ അതല്ല, ആ അലേർട്ട്, അതായത് ആരോ വന്നിട്ടുണ്ടെന്ന് ഇപ്പം എൻ്റെ മൊബൈൽ ആപ്പിൽ ഇവിടെ കാണാൻ പറ്റും. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ ഈസ്വിസ് ക്യാമറ നിങ്ങൾ ആ ഡോറിൻ്റെ അടുത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും, അവിടെ ആരോ വന്നേക്കണം നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അതായത് ഒരു സ്മാർട്ട് ലിവിങ് ആണ് ഇവർ നമുക്ക് ചെയ്തു തരുന്നത്. ബാക്കി പറയാൻ വേണ്ടി കിടക്കുന്നുണ്ട്, മൊത്തം കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി റിമോട്ട് അൺലോക്കിംഗ് ആണ് 2 എണ്ണം വരുന്നത്. അതായത് നമ്മുടെ വീട്ടിലിപ്പോൾ ഒരു വിസിറ്റർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓടി ചെന്നിട്ട് ആ ഡോറ് തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ നമുക്കൊരു പാസ്കോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവർക്ക് അൺലോക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഡോർ ഇവിടെ കാണിക്കുന്നുണ്ട്, എൻ്റെ ഫോണിൽ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ മൈ ഹോം ഡോർ എന്നുള്ള ഓപ്ഷൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഇവിടെ കണ്ടോ അൺലോക്ക് എന്നൊരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പ്രസ് ചെയ്തിട്ട് എനിക്ക് സ്വൈപ്പ് റൈറ്റ് ടു അൺലോക്ക് എന്നുള്ള ഓപ്ഷൻ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡോർ അൺലോക്ക് ആവും. അതൊരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടെമ്പററി പാസ്കോഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മെത്തേഡാണ്. ഇപ്പോൾ വിസിറ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഞാൻ ആദ്യം അടിച്ചില്ലേ ഇവിടെ ഒരു പാസ്കോഡ്, ആ പാസ്കോഡ് പോലെ തന്നെ നമുക്കൊരു പാസ്കോഡ് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാം. ആ പാസ്കോഡ് നമ്മുടെ മെയിലിലേക്ക് വരും. താഴേന്ന് കണ്ടോ ക്രിയേറ്റ് ടെമ്പററി പാസ്കോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൻ്റെ മുകളിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിസിറ്റർക്ക് നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിസിറ്ററിന് ഞാനൊരു പേരിട്ടു, അവൻ്റെ പേര് അനു എന്ന് കൊടുത്തു, സേവ് ചെയ്തു.
അതിനുശേഷം നമുക്ക് സ്റ്റാർട്ട് ടൈമും എൻഡ് ടൈമും ഡേറ്റും കൊടുക്കാൻ സാധിക്കും. ഇപ്പം ഞാനിപ്പോൾ 3:10 കാണിക്കുന്നത്. അപ്പം ഞാനൊരു പാസ്കോഡ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു 4:30 വരെ. ഓക്കെ, ഏതാണ്ട് 4:30. എത്ര ടൈം അവന് അത് തുറക്കാൻ സാധിക്കുമെന്നുള്ളതിനകത്ത് ചോദിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഒരു പ്രാവശ്യത്തേക്ക് മാത്രം അൺലോക്ക് ചെയ്യുന്ന രൂപത്തിൽ കോഡ് ക്രിയേറ്റ് ചെയ്യാം. 3 പ്രാവശ്യം ചെയ്യുന്ന 5 പ്രാവശ്യം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ. ഇപ്പം 3 പ്രാവശ്യം ഞാൻ സെലക്ട് ചെയ്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ ഈ കോഡിന് ഈ ഇത്ര ആയുസേ ഉണ്ടാവുള്ളൂ. ഉണ്ടോ, ഇവിടെ വേറൊരു ഓപ്ഷൻ കൂടെ കാണിക്കുന്നത് നമ്മുടെ മെയിലിലേക്കാണ് പോകുന്നത്. അപ്പം ഞാൻ മെയിലിലേക്ക് അത് വിട്ടു, ഓക്കെ അടിച്ചു. ഇനി നമ്മൾ നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അവിടെ ഒരു കോഡ്. ആ കോഡ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ അവർ വാട്സാപ്പ് അയച്ചു കൊടുക്കുകയോ വിളിച്ചു പറയുന്നതും ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്ക് വന്നിട്ട് ഇവിടെ ഈ നമ്പർ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇവിടെ അത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. നമ്മുടെ വീട്ടിൽ എന്നും താമസിക്കുന്ന ചേട്ടനും അനിയനും അപ്പനും അമ്മയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലൂടൂത്ത് കീ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും വന്നു പോകണ അമ്മാവനൊന്നും ബ്ലൂടൂത്ത് കീ ഷെയർ ചെയ്യാൻ വേണ്ടി നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അമ്മാവന് വേണമെങ്കിൽ ഇവിടെ അൺലോക്ക് എന്നുള്ള ഓപ്ഷനിൽ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഡിവൈസ് അൺലോക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യം എന്താ, ഒരുപാട് പരിപാടി നമ്മൾ എടുക്കേണ്ടി വരും അങ്ങനെ ചെയ്യാൻ. കാരണം ഈ മൊബൈൽ ആപ്പ് തന്നെ അമ്മാവൻ്റെ ഫോണിൽ ഇൻസ്റ്റലേഷൻ ചെയ്യണം, എന്നിട്ട് ഡിവൈസ് നമ്മൾ ഷെയർ ചെയ്യണം, കുറേ മെത്തേഡാണ്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ട. അമ്മാവനൊക്കെ ആണെങ്കിൽ ടെമ്പററി പാസ്കോഡ് കൊടുക്കുക, അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇവിടെ സംവൺ റിങ്സ് ദി ബെൽ എന്നുള്ള ഓപ്ഷൻ കാണിക്കുന്നുണ്ടോ, അതേപോലെ ഷിനു ഓപ്പൺ ദി ഡോർ, ശ്രീജിത്ത് ഓപ്പൺ ദി ഡോർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ടല്ലോ. ഈ ശ്രീജിത്ത് ഓപ്പൺ ദി ഡോർ എന്ന് കാണിക്കുന്നത് ഓൾറെഡി നമ്മുടെ ശ്രീജിത്ത് എന്നുള്ള വ്യക്തിയുടെ പേരിലാണ് ഈ ഒരു RFID കാർഡ് ഉള്ളത്. അതുകൊണ്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ അൺലോക്കായി. ആ സമയത്ത് നമ്മളിവിടെ നോക്കുവാണെങ്കിൽ കണ്ടോ, ശ്രീജിത്ത് ഓപ്പൺ ദി ഡോർ എന്നാണ്. അതായത് ഇതിപ്പോൾ നമ്മൾ ശ്രീജിത്തിന് കൊടുത്തേക്കുന്ന സാധനമാണല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ഫിംഗർ വെച്ചിട്ട് അൺലോക്ക് ചെയ്യുവാണെങ്കിൽ ഞാൻ അൺലോക്ക് ചെയ്തു, ലോക്ക് ചെയ്യാന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ലോക്ക് ആവും കേട്ടോ. നമ്മൾ പ്രത്യേകിച്ച് പോയിട്ട് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല. ഷിനു ഓപ്പൺ ദി ഡോർ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ ആണുങ്ങളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഈസ്വീസ് ഒരു അടിപൊളി ഫീച്ചറിനകത്ത് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ നമ്മുടെ വൈഫിനെയും കൂട്ടി എങ്ങോട്ടെങ്കിലും പോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവർ പറഞ്ഞുകൊണ്ടിരിക്കണ കേൾക്കാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, ഡോർ അടച്ചോ, ഗ്യാസ് ഓഫ് ആക്കിയോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതിനകത്ത് ആ ഡോർ അടച്ചോ എന്നുള്ള പരിപാടി നിങ്ങൾ പോലും കേൾക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ഡോറ് വൺസ് അടച്ചു കഴിഞ്ഞാൽ, ഇതിപ്പോൾ നമ്മൾ തുറന്നു, നമ്മൾ അടച്ചു കഴിഞ്ഞാൽ 5 സെക്കൻഡിനുള്ളിൽ ഓട്ടോമാറ്റിക് ഇത് ലോക്കാവും. ഇനി തുറക്കുകയല്ല കണ്ടോ, ഇനി തുറക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിപാടി നിങ്ങൾക്ക് ഇതിനകത്ത് കിട്ടും. അത് നിങ്ങൾക്ക് വളരെയധികം ആശ്വാസം നൽകുന്നൊരു കാര്യം തന്നെയായിരിക്കും. പിന്നെ ഇതിനൊരു ചൈൽഡ് ലോക്ക് വരുന്നുണ്ട്. നമ്മളിത് ഇതിങ്ങനെ ഇങ്ങോട്ട് മാറ്റിയിട്ടിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും അകത്തുനിന്ന് പുറത്തേക്ക് കടന്നു പോവുകയില്ല. അവരിനകത്ത് പിടിച്ചിട്ടൊക്കെ പുറത്തോട്ട് ഇറങ്ങി പോകണമെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള പരിപാടിയൊന്നും ഇതിനകത്ത് നടക്കുകയില്ല. അതിന് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ഇനി സ്മാർട്ട് ഡോർ ലോക്കിൻ്റെ ഇൻസ്റ്റലേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. ഇതിൻ്റെ നടുവിൽ ഈ കാണുന്നതാണ് നമ്മുടെ ചട്ടം എന്ന് പറയുന്നത്, അല്ലേ, ഡോറിൻ്റെ ചട്ടമാണ്. ഈ ചട്ടത്തിൻ്റെ വണ്ണം എന്ന് പറയുന്നത് മിനിമം 3 സെൻറ്റിമീറ്റർ എങ്കിലും ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമാണ് ഇത് നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഏതൊരു ഡോറിനാണെങ്കിലും എനിക്ക് തോന്നുന്നത് 3 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കും. പിന്നെ 10 സെൻറ്റിമീറ്റർ ആയാൽ വരെ നമുക്കിത് ഇൻസ്റ്റലേഷൻ ചെയ്യാം, അതിനൊരു കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മുടെ ഈ ഡോറിൻ്റെ ഈ ചട്ടത്തിന് ഇത് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലുള്ളൊരു വണ്ണം ഉണ്ടായിരിക്കണം. അപ്പം അത് എല്ലാ ഡോറിനും ഉണ്ടാവും എന്നുള്ള കാര്യത്തിനകത്തൊരു സംശയമില്ല. പിന്നെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഡിവൈസ് എന്ന് പറഞ്ഞാൽ DL05 എന്ന് പറഞ്ഞ ഡിവൈസാണ്. ഇപ്പം നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്നതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഏറ്റവും കോസ്റ്റ് കൂടിയൊരു ഡിവൈസാണ്. ഇതിൻ്റെ MRP റേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും വളരെ കൂടുതലാണ്. ഒരു 16,000 രൂപ ആ റേഞ്ചൊക്കെയാണ് ആമസോണിൽ കാണിക്കുന്നെങ്കിലും അത്ര റേറ്റ് ഇല്ല. നമുക്ക് അതിലും കുറച്ച് ഇൻസ്റ്റലേഷൻ ചെയ്തു തരാൻ സാധിക്കുന്നതാണ് കേരളത്തിൻ്റെ എവിടെയാണെങ്കിൽ പോലും. അപ്പോൾ ഈ ഒരു ഡിവൈസ് ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോഴത്തേക്കും ഒരു കാർപ്പൻറ്ററിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. അത് ഒന്നാമത്തെ കാര്യമാണ്. ഇനി ഇതിന് താഴെ മറ്റ് 2 ഡിവൈസും കൂടെ വരുന്നുണ്ട്. ഇതിപ്പോൾ DL05 ആണ്. DL04 എന്ന് പറഞ്ഞ ഒരു ഡിവൈസിൻ്റെ താഴെ വരുന്നുണ്ട്. അതുപോലെ അതിനും താഴെ DL03 എന്ന് പറഞ്ഞ ഡിവൈസ് വരുന്നുണ്ട്. ഇപ്പം DL03 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെയിൻ ഡോറുകൾക്കല്ല പൊതുവെ ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിലുള്ള റൂമിൻ്റെ ഒക്കെ അകത്തുള്ള ഡോറുകളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ വേണമെങ്കിൽ അത് ആ ഡോർ ലോക്ക് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് എത്രത്തോളം സെക്യൂർ ആണെന്നുള്ളതാണ്. ഇതൊരു സ്ട്രെങ്ത് ഉള്ള ഡിവൈസ് തന്നെയാണ്, അതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെ സാധാരണ വീട്ടിൽ വെക്കുന്ന ഏത് ലോക്കിനേക്കായും കിടിലൻ ലോക്ക് തന്നെയാണ് ഇത്. മെറ്റൽ അലോയ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ സാധാരണ വെച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ലോക്ക്
ഒരുത്തം വന്നിട്ട് കമ്പിപ്പാരൊക്കെ കുത്തിപ്പൊളിച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയ പോലുമില്ല. പക്ഷേ ഈ ഒരു ഡിവൈസ് ഇതിൽ നിന്നൊന്നും അഴിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണെന്ന് മാത്രമല്ല, ഇത് ആരെങ്കിലും കമ്പിപ്പാരയ്ക്ക് വല്ലതും കുത്താൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫോണിലേക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ വരും. അതായത് ടാമ്പറിംഗ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, അത് ഞാനൊന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞേക്കാം. അതായത് ആൻറ്റി പീപ്പിംഗ് എന്നുള്ളൊരു സംഭവമാണ് നമ്മുടെ ഓല സ്കൂട്ടറിനൊന്നും ഇല്ലാത്തൊരു കാര്യം. ഇപ്പം നമുക്ക് പുതിയ ഓലയിലല്ല, പഴയ ഓലയിൽ, എനിക്കുള്ളത് പഴയ ഓലയാണ്. ആ ഓല സ്കൂട്ടർ ഞാൻ എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിയുമ്പോഴത്തേക്കും അത് കീലെസ് ആണെന്ന് നിങ്ങൾക്കറിയാം, നമ്പർ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ അതേപോലെയുള്ളൊരു പരിപാടിയാണ് നടക്കുന്നതെങ്കിൽ പോലും നമുക്കിത് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇപ്പം എൻ്റെ പാസ്കോഡ് ഞാൻ പറയാം, 1 2 3 1 2 3 1. ഇതാണ് എൻ്റെ പാസ്കോഡ്. സാധനം ഓപ്പൺ ആയി, കണ്ടോ, ഡോർ ഓപ്പൺ ആയി. പക്ഷേ ഇപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ, അത്ര വലിയ കൂട്ടുകാരനൊന്നും അല്ല, എന്നാലും ഒരുത്തൻ എൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുകയാണ്. ഞാൻ ഈ പാസ്പോർട്ട് അടിക്കുന്നത് നോക്കും അല്ലേ, നോക്കിയിട്ട് അവൻ ഈ അടുത്ത ദിവസം ഇത് അടിച്ച് കയറിയാലോ എന്ന് എനിക്കൊരു സംശയമാണ്, അല്ലെങ്കിൽ ഒരു പേടി എനിക്കുണ്ടാവും. അങ്ങനെ പേടിക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ, നിങ്ങൾ എന്നെപ്പോലുള്ള വ്യക്തികളാണെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നമ്പർ ഇങ്ങനെ അതും ഇതൊക്കെ ഞെക്ക്, എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ശരിയായിട്ടുള്ള നമ്പറും അതിൻ്റെ ഇടയിലൂടെ ഞെക്കി, പിന്നെ എന്തെങ്കിലുമൊക്കെ ഞെക്കി ഓക്കെ അടിച്ചോ, ഓപ്പണായി. അതായത് നമുക്ക് നമ്മുടെ റിയൽ നമ്പറിൻ്റെ മുമ്പിലും പുറകിലുമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ റാൻഡം നമ്പേഴ്സൊക്കെ അടിക്കുക, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്പർ അതിൻ്റെ ഇടയിൽ അടിച്ചു കഴിഞ്ഞാൽ പോലും ഈ സാധനം വർക്കാവും. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫീച്ചറാണ്. ഓല സ്കൂട്ടറുകാരൊക്കെ ഒന്ന് കണ്ടുപിടിക്കേണ്ട സംഗതി തന്നെയാണ്. അടിപൊളി ഫീച്ചർ. കാരണം അത് വളരെയധികം സേഫ്റ്റിയാണ് നമ്മളെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരനും തന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഒരു സാധനം വെച്ചെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ അപ്പാപ്പന് പോലും ഇത് ഉപയോഗിക്കാൻ പറ്റാതിരിക്കത്തില്ല. അപ്പാപ്പൻ വന്നിട്ടതേ ഇങ്ങനെ അങ്ങ് തുറക്കാം അപ്പാപ്പനെ. കാരണം അപ്പാപ്പൻ്റെ ഫിംഗർ നമ്മളിനകത്ത് എൻ്റർ ചെയ്താൽ മതി, അല്ലാതെ കീ ഇട്ടിട്ട് അവിടെ കുത്തി തുറക്കേണ്ട പരിപാടിയൊന്നും വരുന്നില്ല. നിങ്ങളുടെ വീട് പഴയതാണെങ്കിലും പുതിയതാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്മാർട്ട് ഡോർ ലോക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ വന്ന് ഉത്തരവാദിത്തോടു കൂടി ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാൻ വേണ്ടി ഞങ്ങൾ നെക്സ സിസ്റ്റത്തിൻ്റെ പ്രൊഫഷണൽ ടീം റെഡിയാണ്. ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, 72 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് സപ്പോർട്ട് കിട്ടുമെന്നുള്ളൊരു ഗ്യാരണ്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ഇൻസ്റ്റലേഷൻസും സർവീസും കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ പുറത്തുനിന്ന് ഇപ്പോൾ ഒരു ക്യാമറ കേടായി പോയി അതൊന്ന് ചെയ്തു തരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അവരുടെ സർവീസ് എടുക്കാറില്ല. ഞങ്ങൾ ഫുള്ളായിട്ടൊരു ഇൻസ്റ്റലേഷൻ ചെയ്തേക്കുന്ന ആളുകൾക്കാണ് സപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലാതെ പുറത്തുനിന്നുള്ള സർവീസ് എടുക്കുന്നില്ല. അത് ആരോടുമുള്ളൊരു വൈരാഗ്യം കൊണ്ടോ ഒന്നും അല്ല കേട്ടോ. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ വിശ്വസിച്ചൊരു വർക്ക് ഫുള്ളായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് എത്രയും പെട്ടെന്ന് ഒരു സർവീസ് അല്ലെങ്കിൽ സപ്പോർട്ട് കിട്ടുക എന്നുള്ളത് അവരുടെ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. ഈ ഒരു ഡിവൈസ് ഞങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇൻസ്റ്റലേഷൻ ചെയ്ത് തരാം. താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് ഇത് ഇപ്പോൾ തന്നെ വാട്സാപ്പ് അയച്ചോ, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ 10 കൊല്ലമായിട്ട് ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ എറണാകുളത്ത് വൈറ്റിലയിലുള്ള ഒരു സ്ഥാപനമാണ് നെക്സ, അല്ലാതെ ഒരു യൂട്യൂബ് ചാനലല്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.